കമലഹാസൻ വീണ്ടും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിൽ പോയാണ് ഇത്തവണ വിവാദം. അതായത് തഗ് ലൈഫ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ റിലീസിന് അനുമതി തേടിയാണ് കർണാടകയിൽ പോയത്. ഒരു വിവാദ പരാമർശവും അതിന് പിന്നിലുണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ കോടതി കനത്ത തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ സിനിമയുടെ ഇങ്ങനെയൊക്കെയാണോ പോക്ക് കമലഹാസൻ്റെയും? കമലഹാസൻ ഉലക നായകനാണ്, എല്ലാ ഭാഷയിലും അഭിനയിക്കുന്ന ആളാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ സംയമനം പാലിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കന്നഡ എന്ന് പറയുന്നത് തമിഴിൻ്റെ മകളാണ്, കന്നഡ ഭാഷ. അത് കന്നഡിഗരെ സംബന്ധിച്ചുള്ള ഭയങ്കരമായി ഇൻസൾട്ടായി, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്തു. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരു സമൂഹത്തെ നയിക്കുന്ന ചിന്തയല്ല വികാരമാണ്. ഇവിടെ കമലഹാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവരത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കമലഹാസനെ പോലെ ഒരു വലിയ നടൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, അറിവിൻ്റെയും അഭിപ്രായങ്ങളുടെയും കാര്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് വേണമെങ്കിൽ പറയാമായിരുന്നു. നിങ്ങൾക്കങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഞാൻ എൻ്റെ പരാമർശം പിൻവലിക്കും. ഇയാൾ വലിയ ആളാവും അങ്ങനെ പറയുമ്പോൾ. ഇയാൾ പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതവരെ വീണ്ടും പ്രകോപിപ്പിക്കും. ശരിയല്ലേ? അപ്പോൾ കമലഹാസൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഞാൻ പറയുന്നത് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുള്ള പിടിവാശിയാണ്, അതോ ഞാൻ വലിയ ആളാണെന്നുള്ളൊരു തോന്നലാണ്? എന്തായാലും ആ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല, തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് കമലും അതിൽ പാർട്ണറായിരിക്കാം. പക്ഷേ അവർക്കുണ്ടാകുന്ന നഷ്ടമല്ലേ ഒരു പിടിവാശിയുടെ പേരിൽ, ഒരഭിപ്രായത്തിൻ്റെ പേരിൽ? ഇനി ഭാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയോ ഭാഷകളുണ്ട്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ചരിത്രമുണ്ട്, സംസ്കാരമുണ്ടെല്ലാം. ഇപ്പോൾ മലയാളം തമിഴിൻ്റെ മകളാണെന്ന് പറയാറുണ്ട്. അങ്ങനല്ല. മലയാളത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തമിഴിൻ്റെ ഇതല്ല. പക്ഷേ തമിഴിലായാലും മലയാളത്തിലായാലും കന്നഡയിലായാലും വാക്കുകൾക്ക് തമ്മിൽ ചില സാമ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം ഏതൊരു മലയാളി തമിഴ്നാട്ടിൽ പോയി മലയാളം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും, തമിഴ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അതായത് ഭാഷയ്ക്ക് നമ്മൾ അത്രയും സമീപസ്ഥമായ സംസ്ഥാനമല്ലേ. അതെ. അപ്പോൾ ചില സാമ്യം ഉണ്ടാവും, ചില വാക്കുകൾ ഒരുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ പുത്രിയാണ് ഈ ഭാഷ, അല്ലെങ്കിൽ ഇതാണ് ഇന്ന ഭാഷയുടെ അമ്മ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ തമിഴനാണ്, ഞാനതിൽ ഓരോ ഭാഷക്കാരനും ഓരോ സംസ്ഥാനത്ത് ജീവിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പറയുമ്പം ഇന്ത്യക്കാരാണെന്നല്ല അഭിമാനിക്കുന്നു. എന്നാൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ഞാൻ മലയാളിയായി ഇതിൽ അഭിമാനിക്കുന്നു എന്നല്ലേ പറയും. ഞാൻ പലപ്പോഴും ഈ അമേരിക്കയിലൊക്കെ ചെന്നിട്ട് അവിടെ ജീവിക്കുന്ന മലയാളി മാതാപിതാക്കളുടെ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ട് ഇവിടെ പഠിക്കും, അത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ മലയാളം പഠിക്കണം. അത് നമ്മുടെ അമ്മയാണ്. നമ്മളെ അമ്മയെ മറക്കുന്നതിന് തുല്യമാണ് പഠിക്കാതിരിക്കുന്നത്. അത് ഓരോ സംസ്ഥാനത്തുള്ളവരും ഭാഷയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. എന്നാൽ തമിഴർക്ക് ഈ ഭാഷാ സ്നേഹം കുറച്ച് കൂടുതലാണ്. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ചെന്നൈയിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന സമയത്ത്, അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ട്, ഹിന്ദി ബോർഡുകൾ മുഴുവൻ എറിഞ്ഞുടയ്ക്കുക, അല്ലെങ്കിൽ ഈ ടാറ് കൊണ്ടുവന്ന് പൂശുക. ഹിന്ദി കാണാൻ പാടില്ല. കാനറ ബാങ്കിൻ്റെയൊക്കെ അവിടെ ടാറ് പൂശിയിരിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കും. ഹിന്ദിയിലെഴുത്ത്, ഹിന്ദി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നിഷിദ്ധമാണ്. അതും തെറ്റാണ്. ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാന പ്രവിശ്യയിൽ സംസാരിക്കുന്ന ഭാഷയാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ പല ഭാഷകളും പഠിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഹിന്ദി അലർജിയായിരുന്നു. 10ാം ക്ലാസ് വരെ എങ്ങനെ ഇത് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പാസ് മാർക്കിനുള്ള പഠിച്ചാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ ഈ ഉത്തരേന്ത്യൻ ജോലിക്കാരൊക്കെ ഇവിടെ വന്ന് എവിടെ ചെന്നാലും ഹിന്ദി സംസാരിക്കുന്നവരാണ്. അപ്പോൾ ഹിന്ദി അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പല ഭാഷകൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. എന്നാൽ ഇവിടെ ഒരു തമിഴൻ പറയുന്നു ഹിന്ദി ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ മലയാളി, ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടു, കോടതി ഭാഷകളൊക്കെ മലയാളത്തിലാക്കണം. മുന്തിയ കോടതികളിലല്ല, ചെറിയ കോടതികളിൽ. ഇപ്പോൾ ഹൈക്കോടതിയിലൊന്നും മലയാളം മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന ജഡ്ജസൊക്കെ പല ഭാഷയിൽ നിന്നും വരുന്നവരുണ്ട്, അവർക്ക് ഇംഗ്ലീഷ് വേണം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇംഗ്ലീഷിനെ നിഷേധിക്കുന്നത്? ഇൻ്റർനാഷണൽ ലാംഗ്വേജാണ് അത്. ഭാഷ മലയാളം പഠിക്കണമെന്നേ.
മലയാളം ഉപയോഗിക്കണം. കഴിവതും നമ്മൾ ഭാഷ എന്ന് പറയുന്ന ടൂളാണ്. ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ ഇരുന്ന് മറ്റു ഭാഷ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് മലയാളം നമ്മുടെ രണ്ടുപേരുടെയും ടൂളാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരു തമിഴിനോട് ഞാൻ ഇംഗ്ലീഷോ തമിഴോ സംസാരിക്കണം, ഒരു ഹിന്ദിക്കാരനോട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണം, ഹിന്ദി പറയാൻ അറിയില്ല. അപ്പോൾ ഈ തമിഴിൻ്റെ ചില പിടിവാശികളും അതിൽപ്പെട്ടതാണ് ഈ കമലഹാസൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഹിന്ദി ഇവിടെ വേണ്ട, ഞങ്ങളുടെ ഭൂമിയിൽ ഹിന്ദി വേണ്ട എന്ന് പറയുന്ന തമിഴിൻ്റെ ഒരു ധാർഷ്ട്യമുണ്ട്. അതേ സ്വഭാവം അവർക്ക് സ്വന്തം ഭാഷയുടെ കാര്യത്തിലുണ്ട്. തമിഴിന് ഏഴഴകെന്നൊക്കെ പറയാറ് തമിഴ് ഭാഷയ്ക്ക്. അത് ഓരോ സംസ്ഥാനത്തിനും അവരവരുടെ ഭാഷകൾക്ക് ഭയങ്കര അഴകാണ്. മലയാളം, ശുദ്ധ മലയാളം നമ്മൾ പറയാറില്ലേ? അപ്പം മലയാളികൾ ഭയങ്കര ഇൻ്റലക്ച്വലാണ്. മധുര മലയാളം എന്നാ പറയാ, മധുര മലയാളം എന്ന് പറയും. അപ്പം തമിഴർ അവരുടെ മധുര തമിഴ് എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ മറ്റ് ഭാഷയെ നിഷേധിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് കമലഹാസനും ഇത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങളുടെ ഭാഷയാണ് വലുത്, ഞങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഭാഷകളൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയെക്കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെ ഞാൻ ജനിച്ച സംസ്ഥാനത്തെ ഭാഷ വലുതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കണം. കമലഹാസനെ പോലെ ഒരു വലിയ കലാകാരൻ അത് പറയാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ കന്നഡിഗർ ഇത്രയധികം വികാരാധീനരാവേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഭ്രാന്താണ്, അയാൾ പറഞ്ഞത് തെറ്റാണെന്നങ്ങ് പറഞ്ഞാൽ മതി. അതെ, അവിടെ തീർന്നു. ഇതൊരു ഇഷ്യൂ ഉണ്ടാവുക. നമുക്ക് ഈ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൽ അങ്ങ് പ്രശ്നങ്ങൾ വഷളാവുക, അത് വലിയൊരു യുദ്ധമായി മാറുക. അതുതന്നെയാണ് ഇവിടെ ഈ മത തീവ്രവാദം ഉണ്ടാവുന്നതും അങ്ങനെ തന്നെയാണ്. എൻ്റെ മതമാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നു, അതുതന്നെയാണ് എൻ്റെ ഭാഷയാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഭാഷയിൽ നിന്നാണ് മറ്റ് ഭാഷകൾ ഉരുത്തിരിഞ്ഞതെന്ന് പറയുന്ന ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അതിലുള്ള അഭിമാനവുമാണ് പറയുന്നത്. ചരിത്രം പഠിക്കണമെന്നേ. കമലഹാസൻ അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ കമലഹാസൻ കേട്ട ചരിത്രം ഇതായിരിക്കാം. പക്ഷേ ഓരോ ഭാഷയ്ക്കും അത് തനതായി ഉരുത്തിരിഞ്ഞു വന്നതിനൊരു ചരിത്രമുണ്ട്. അത് പഠിച്ചിട്ടേ സംസാരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു ഭൂവിഭാഗത്തെ ജനങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ താഴെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതാണ് അവർക്ക് ഫീൽ ചെയ്തത്. അവരെ പ്രകോപിതരാക്കിയത് തന്നെയാണ്. നിന്നേക്കാൾ ഒട്ടും മോശക്കാരല്ല ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത്. നിന്റെ ഭാഷയിൽ നിന്നും കടം കൊണ്ടതാണ് ഞങ്ങളുടെ ഭാഷ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുതാവുകയാണ്. അതാണ് അവർ പറയുന്നത്. ഇവിടെ കമലഹാസൻ പറയുന്നത് ഞങ്ങളുടെ ഭാഷ വലുതാണ്. ഇതേ സമയം കനിമൊഴി വിദേശത്ത് പോയപ്പോൾ ഇതേ പ്രസാര വാർത്ത ശ്രദ്ധിച്ചിരിക്കും. ശ്രദ്ധിച്ചിരുന്നു. പാരീസിൽ പോയി അവിടെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അയച്ച ഒരു ഗ്രൂപ്പിൽ കനിമൊഴി ഉണ്ടായിരുന്നു. പ്രസംഗിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും മഹത്തരമായ ഭാഷ, ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായ ഭാഷ ഏതാണെന്നാണ് ചോദിച്ചത്. ആ ചോദ്യത്തിലൊരു കെണിയുണ്ടായിരുന്നു. കാരണം DMK പറയുന്നു ഹിന്ദി ഇവിടെ വേണ്ട എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കെണി വെച്ചിട്ടാണ് ചോദ്യം. പക്ഷേ അവർ വളരെ വൈസായിട്ടൊരു ഉത്തരം പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഇന്ത്യയുടെ ഭാഷ. ആ ഭാഷയിൽ ഞങ്ങൾ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവർ കയ്യടി മേടിച്ചു. ഇതെന്തുകൊണ്ട് കമലഹാസന് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് എൻ്റെ ചോദ്യം. കനിമൊഴി ഞാനൊരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. കനിമൊഴി എന്തൊരു എളിമയും ലാളിത്യമാണെന്ന് അറിയുന്നത്. അവരെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഓരോ പ്രായം ചെല്ലുമ്പോഴും അവരുടെ പക്വത കൂടി വരുന്നു. ഞാനിവിടെ ഈ താജ് വിവാന്തയിൽ അവർ വന്നപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ സംസാരിക്കും. അപ്പോൾ അവർക്കങ്ങനെ തമിഴിൻ്റെ മഹത്വമൊന്നുമില്ല. അവരിപ്പോഴും മലയാളികളെ റെസ്പെക്റ്റ് ചെയ്യും. ഈ കമലഹാസൻ വന്നിട്ട് കേരളത്തിൽ വരുമ്പോൾ മലയാളമാണ് എൻ്റെ അമ്മ എന്നൊക്കെ പറയാറുണ്ട്. പാലക്കാട്ടുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ മലയാള സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത്, 4 വയസ്സിൽ അഭിനയിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ തമിഴ്നാടും തമിഴും എന്താണ് ഒരു പടി മുകളിൽ നിൽക്കും. മറ്റുള്ളവരൊക്കെ താഴെയാണ് ചെയ്യുന്നത്. അപ്പോൾ കമലഹാസൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി. ഇനി അങ്ങനെ ഒരു വിടുവാക്കാണോ അല്ലെങ്കിൽ പറഞ്ഞു പോയെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു പോലും പറയണ്ട. ഞാൻ എൻ്റെ പ്രസ്താവന പിൻവലിക്കും. നിങ്ങൾക്ക് വിഷമമുണ്ടായെങ്കിൽ, കന്നഡികർക്ക് അത് വിഷമമുണ്ടായെങ്കിൽ, വേദന ഉണ്ടായെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ ഇന്ന് കർണാടകയിൽ മൊത്തം ഓടുമായിരുന്നു, കളക്ഷൻ നേടുമായിരുന്നു. അപ്പോൾ സ്വന്തം കുഴി തോണ്ടുന്നത് അവനവൻ തന്നെയാണ് എന്ന് കമലഹാസൻ തെളിയിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.